മമ്മൂക്ക മൂവിയായ ടർബോയുടെ പുത്തൻ അപ്ഡേറ്റും ഇന്ത്യൻ 2 അതുപോലെ പ്രഭാസ് ചിത്രമായ കൽക്കി എന്നീ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൽ ഹാസൻ ശങ്കർ മൂവിയായ ഇന്ത്യൻ 2 ജൂലൈ 12-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണല്ലോ. ഇപ്പോഴാണല്ലോ രാജമൗലിയൊക്കെ വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ എടുത്ത് കാണിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബ്രഹ്മാണ്ഡ സിനിമകൾ ഒരുക്കിയ തമിഴ് സംവിധായകനാണ് ശങ്കർ. ജെന്റിൽമാൻ എന്ന സിനിമ ഹിറ്റാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത്. 1996 ഇന്ത്യൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമ ചെയ്തു. 1998 ജീൻസ്, 1999 മുതൽവൻ, 2001 നായക്, 2003 ബോയ്സ്, 2005 അന്യൻ, 2007 ശിവാജി, 2010 എന്തിരൻ, 2012 നൻപൻ, 2015 ഐ, 2018 എന്തിരൻ 2.0, 2024 ഇന്ത്യൻ 2 ഇവിടെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ. അദ്ദേഹം കൈവച്ച എല്ലാ സിനിമകളും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വലിയ വിജയം കൈവരിച്ച സംവിധായകൻ. അതിൻ്റെ ഇടയിൽ ബ്രഹ്മാണ്ഡ സിനിമകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2 ട്രെയിലർ നമ്മൾ എല്ലാവരും കണ്ടവരാണ്. ട്രെയിലറിന് രണ്ട് അഭിപ്രായമാണ് സിനിമാ പ്രേമികൾക്കിടയിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കും ഇന്ത്യൻ 2 എന്നുള്ള വിശ്വാസം തന്നെയാണ് സിനിമാ പ്രേമികൾക്കുള്ളത്. ശങ്കർ സിനിമകൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് മലയാളത്തിൽ നിന്നും ഒട്ടനവധി നടന്മാരെ അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് പരിഗണിക്കാറുണ്ട്. നെടുമുടി വേണു, കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, സുരേഷ് ഗോപി എന്നീ താരങ്ങൾക്കെല്ലാം ശങ്കർ സിനിമകളിൽ വിലസാനുള്ള റോളുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ജൂലൈ 12-ന് തിയേറ്ററിൽ എത്തുന്ന ഇന്ത്യൻ 2 എന്ന ചിത്രത്തിലും നമ്മുടെ നെടുമുടി വേണു ചേട്ടന്റെ സാന്നിധ്യമുണ്ട്. ബാഹുബലി എന്ന ഒറ്റ ചിത്രം കൊണ്ടാണല്ലോ പാൻ ഇന്ത്യൻ ലെവലിൽ പ്രഭാസ് എന്ന താരത്തെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിച്ചാൽ ഓരോ ചിത്രങ്ങളിലൂടെയും അദ്ദേഹം കരുത്ത് കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആദ്യ ചിത്രം റിബൽ 45 CR നേടിയപ്പോൾ മിർച്ചി എന്ന ചിത്രത്തിന്റെ കളക്ഷൻ 81 CR, ബാഹുബലി 1-ന്റേത് 580 CR, ബാഹുബലി 2-ന്റെ കളക്ഷൻ വേൾഡ് വൈഡ് 1747 CR, സാഹോ എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 419 CR. രാധേശ്യാം എന്ന ചിത്രമാണ് തിയേറ്ററിൽ വലിയ ദുരന്തമായി മാറിയത്. വലിയ ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തിയ ആ ഒരു ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 137 CR ഇടം പിടിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആദ്യ പുരുഷ് 351 CR, സലാർ 617 CR. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് രാധേശ്യാമും അതോടൊപ്പം തന്നെ ആദ്യ പുരുഷും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സിനിമകളായിരുന്നു. സലാറിലൂടെ അദ്ദേഹം വിമർശനമില്ലാതെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. കൽക്കി എന്ന ചിത്രത്തിലൂടെ വീണ്ടും തന്റെ പേര് നിലനിർത്തുകയാണ് പ്രഭാസ്. 9 ദിവസങ്ങൾ കൊണ്ട് ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 680 കോടിയാണ് കൽക്കി ചിത്രത്തിന് വേൾഡ് വൈഡ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മുന്നേ ടർബോ എന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ജൂലൈ 10-ന് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ടർബോ എന്ന മമ്മൂക്ക ചിത്രത്തിന് ഇനിയും ഒട്ടനവധി ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ മാത്രമേ ഈ ഒരു ചിത്രം OTT റിലീസായിട്ട് സോണി ലൈവിൽ എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഓഗസ്റ്റ് മാസത്തിലേക്ക് ഇനിയും 10-20 ദിവസത്തോളം ഉണ്ട്. ചിത്രത്തിന്റെ അറബിക് വേർഷൻ തിയേറ്ററിൽ എത്തുന്നുണ്ടല്ലോ. ചിലപ്പോൾ അതിന്റെ റിലീസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം സിനിമ OTTയിൽ റിലീസ് ആവുക. എന്തായാലും സോണി ലൈവിലാണ് ചിത്രം OTTയിൽ എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുന്നേ ചെയ്തതാണ്. അക്കാര്യത്തിൽ എന്തായാലും യാതൊരുവിധ മാറ്റവുമില്ല. ആരൊക്കെ ടർബോ എന്ന ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു? ജസ്റ്റ് കമന്റ്.